ടു ബി ഹോണസ്റ്റ് IQ12 കഴിഞ്ഞ കൊല്ലം നല്ലൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതായത് ആ ഒരു പ്രൈസ് റേഞ്ച് 50,000 രൂപ റേഞ്ചിലായിരുന്നു അവർ ഇറക്കിയത്. ഇപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ അത് വിറ്റ് പോകുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ അവർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ച് ഫസ്റ്റ് ഫോണാണെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് പോലും അവർക്കൊരു നല്ല ഫോൺ ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ആയാലും ശരി, അവരുടെ ഗെയിമിംഗ് ആയാലും ശരി, ആ ഒരു പ്രൈസിന് അതൊരു ഗംഭീര സാധനമായിരുന്നു. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇക്കൊല്ലം അവർ ചെയ്തിരിക്കുന്നത്. ഈവൻ തോ അവർക്കതൊരു ഫസ്റ്റ് 8 എലൈറ്റ് ഫോണായിട്ട് ഇറക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതൊരു നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം ആദ്യമേ ചാടിക്കയറി വന്നുകൊണ്ട് GT7 Pro ആണ് ആദ്യം വന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര അവർ നന്നാക്കിയിട്ടില്ല. GT7 Proയിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന IQ13 5G. സോ അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഇട്ടത്. സോ സോറി ഫോർ ദാറ്റ്. സോ വീഡിയോ അവസാനം വരുന്നത് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രീ ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 12 മാസത്തെ എക്സ്റ്റൻഡ് വാറണ്ടി, അതായത് ബേസ് വാറണ്ടി 1 year ആണ്. പിന്നെ ഒരു 1 year കൂടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു TWS IQൻ്റെ TWS 1E എന്ന് പറയുന്ന സാധനവും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. 12GB 256GB 55,000 രൂപയും 16GB 512GBക്ക് 60,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. 3,000 രൂപയുടെ ICICI അല്ലെങ്കിൽ HDFCയുടെ കാർഡുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നതാണ്. സോ ടു ബി പ്രിസൈസ് 55 52,000 നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് കിട്ടുന്നതാണ്. 120 വാട്ട്സിൻ്റെ അഡാപ്റ്റർ നിങ്ങൾക്ക് പെട്ടിയിൽ തന്നെ കിട്ടുന്നുണ്ട്. Type C to Type C കേബിൾ പെട്ടിയിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അതൊരു 120 വാട്ട്സിൻ്റെ PD അഡാപ്റ്ററായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മറ്റ് ഡിവൈസുകളും ലാപ്ടോപ്പും ഒക്കെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. TPU കേസ് സാധാരണമായിട്ടുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ആ ഒരു പ്രൈസിങ് ആസ്പെക്റ്റിൽ നോക്കിയാലും പെട്ടിയിലും സാധനം വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതായത് പിറകിൽ ക്യാമറ മൊഡ്യൂളിൻ്റെ ചുറ്റും ഒരു ലൈറ്റ് കത്തും. അതും RGB ലൈറ്റാണ്, വെറും പ്ലെയിൻ ലൈറ്റ് അല്ല. സോ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം സോഫ്റ്റ്വെയർ വെച്ചിട്ട്. നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടില്ല കുറേ ലൈറ്റൊന്നും വെച്ചിട്ട്. അതൊരു വൃത്തിക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ഗ്രേ കളറും ഉണ്ട്. പിന്നെ ഒരു ലെജൻഡ്, അതായത് ആ ഒരു BMW കൊളാബറേഷൻ സംഭവമായിട്ടുള്ള ആ ഒരു സംഭവമുള്ള ഒരു ലെജൻഡ് അല്ലെങ്കിൽ വൈറ്റ് കളറിനുള്ള സ്ട്രിപ്സ് ഉള്ളത്. എനിക്ക് പേഴ്സണലി ആ സംഭവമാണ് ഇഷ്ടം. പിന്നെ 8.13 mm തിക്നെസ്, 215 grams ആണ് വെയിറ്റ്. അത്യാവശ്യം ഹെവി സൈഡാണ്, പക്ഷെ കുഴപ്പമില്ല. ആൻഡ് IP6968 റേറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. സോ വെള്ളത്തിൽ പിടിച്ച് മുക്കിയാലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. എന്നും കരുതി മുക്കണ്ട, വാറണ്ടി കിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം വരുന്നത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് ബാക്കിൽ. അതായത് നിങ്ങൾക്കൊരു മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഗ്ലാസ് ബാക്കാണ്, പക്ഷേ ഏത് ഗ്ലാസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. 8 എലൈറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. പക്ഷേ അപ്പം അവർ സാധാരണഗതിയിൽ ഫ്ലാഗ്ഷിപ്പിൽ അവർ ഗൊറില്ല ഗ്ലാസ് ഫിറ്റസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് പതിവ്. IQ എന്നുള്ളതല്ല, ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡുകൾ. പക്ഷെ ഇവരത് ചെയ്തിട്ടില്ല. ചെയ്യണമായിരുന്നു. പക്ഷേ എങ്കിലും ഇതൊരു 50,000 രൂപ റേഞ്ചിൽ ആ ഒരു ചിപ്സെറ്റ് അവർ തന്നതുകൊണ്ട് അവരത് ചെയ്യാത്തതിലും കുറ്റം പറയാൻ പറ്റില്ല. ആൻഡ് അലൂമിനിയം ഫ്രെയിംസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അവിടെയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ വളരെ ഒരു ചീപ്പായിട്ട് എനിക്ക് തോന്നി. സ്കോട്ട് സെൻസേഷൻ ആൽഫ എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സാണ് ഫ്രണ്ടിലെ പ്രൊട്ടക്ഷൻ. അറ്റ്ലീസ്റ്റ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എങ്കിലും കൊടുക്കുമായിരുന്നു എന്ന് തോന്നി. കാരണം 30,000 25,000 രൂപ റേഞ്ചിൽ വരെ ഇപ്പോൾ വിക്ടസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പോക്കോ X6 പിന്നെ സാംസങ്ങിൻ്റെ 20,000 രൂപയുടെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഉള്ള ഫോണൊക്കെ ഉണ്ട്, M35. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷേ അഗെയിൻ 8 എലൈറ്റ് അവർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നതുകൊണ്ട് നമുക്കതിനെ അധികം ഞാൻ പറയുന്നില്ല. സോ അടുത്ത അതിനെക്കുറിച്ച് തന്നെ പറയാമല്ലോ. 8 എലൈറ്റ് ഗംഭീര ചിപ്സെറ്റാണ്. ചിപ്സെറ്റിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം. അപ്പം LPDDR5X Ultra എന്ന് പറയുന്ന ഒരു റാം ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സംഭവം LPDDR5ൻ്റെ അല്ലെങ്കിൽ 5Xൻ്റെ ഒരു കുറച്ചുകൂടി ട്വീക്ക്ഡ് വെർഷൻ ആയിരിക്കും. UFS 4.1 ആണ് വരുന്നത്. സോ ഇതിൻ്റെ പെർഫോമൻസ് റേഞ്ച് അവർ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 8 എലൈറ്റ് 3nm ആണ്. സോ പവർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഒരു VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് പേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം 7000 mm²ഒക്കെയാണ്. സോ അവർ ത്രോട്ട്ലിംഗ് മാനേജ് ചെയ്യാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സൂപ്പർ കമ്പ്യൂട്ടിംഗ് Q2 ചിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് MEMC ടെക്നോളജിയും ബാക്കി ഗെയിമിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടാനും കാര്യങ്ങൾക്കും വേണ്ടി അവരൊരു ചിപ്സെറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. സോ അതും നല്ല രീതിയിൽ അവർക്ക് ഉപകാരപ്പെടും. ആ ഒരു ചിപ്സെറ്റിൻ്റെ ഫീച്ചേഴ്സായിട്ട് അവർ പറയുന്നത് മോർ എഫിഷ്യൻസി കിട്ടുന്നതാണ്. കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യൻറ്റും കാര്യങ്ങളും ഗെയിമിങ്ങിൻ്റെ എഫിഷ്യൻറ്റും കാര്യങ്ങളും കിട്ടുന്നതാണ്. പിന്നെ 2K 144 Hz വരെ റെസൊല്യൂഷനും റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 2K ൻ്റെ 144 Hz. പിന്നെ MEMC ടെക്നോളജി ഓഫ് കോഴ്സ് അതും കൂടിയുണ്ട്. പിന്നെ ഗെയിമിംഗ് ഫീച്ചേഴ്സായിട്ടും കുറേ ഉണ്ട്. പിന്നെ സൂപ്പർ റെസൊല്യൂഷൻ, അതായത്
അത് നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും യൂട്യൂബിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി റെസൊല്യൂഷൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ നമ്മൾ ഗെയിമിംഗ് പാർട്ട് നോക്കുന്ന സമയത്ത് BGMI 120 FPS നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അത് നേറ്റീവായിട്ട് ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇനി നേറ്റീവായിട്ട് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ നേറ്റീവായിട്ട് കിട്ടുന്നത് സ്മൂത്തിലാണ്. നിങ്ങൾക്ക് എക്സ്ട്രീം അല്ല, എക്സ്ട്രീം കഴിഞ്ഞിട്ട് എന്തൊരു പേര് അൾട്രാ എക്സ്ട്രീം അങ്ങനെ എന്താണ് 120 FPS. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൂട്ടിയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ MEMC കൊണ്ട് ഉപകാരപ്പെടും. സോ അതിലും നിങ്ങൾക്ക് 120 FPS വരെ കിട്ടും. സോ ഗംഭീരമാണ്. ഇനി നമ്മൾ ബാക്കി 2.8 മില്യൻ്റെ പുറത്ത് അൻറ്റു സ്കോർ വരുന്നുണ്ട്. ഗീക്ക് ബെഞ്ച് സ്കോർ 3009 9380, അതും ഒരു ടോപ്പിലേക്ക് വരുന്ന സ്കോർ തന്നെയാണ്. 88% CPU ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി കിട്ടിയത്. GPU ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി കിട്ടിയത് 80% ഇനി ജെൻഷിൻ ഇമ്പാക്റ്റ് കളിച്ച് നോക്കിയപ്പോൾ അതും 60 FPS തന്നെ ഏകദേശം ആവറേജ് കിട്ടുന്നുണ്ട്. ഇനി ഏകദേശം ഇത്രയൊക്കെ ആയിട്ട് പോലും 42 ഡിഗ്രി മാക്സിമം ചൂട് കിട്ടുന്നുള്ളൂ. അതായത് ഓവർ ഹീറ്റിംഗ് അവിടെ വരുന്നില്ല എന്ന് സാരം. സോ ഗെയിമിംഗ് പാർട്ട് ആ ഒരു 8 ലൈറ്റ് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിക്ക് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. അല്ലാതെ ചാടി കയറി നമ്മൾ ഫസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. സോ എനിക്ക് റിയൽമിയെ സത്യം പറഞ്ഞെങ്കിൽ കുറ്റം പറയാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഫോൺ റിയൽമിയാണ്. ഞാൻ അച്ഛനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതും റിയൽമിയാണ്. സോ എനിക്ക് റിയൽമി ഒരു ഇഷ്ടപ്പെട്ട ബ്രാൻഡ് തന്നെയാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി പ്രിഫറൻസ് ഉള്ളൊരു ബ്രാൻഡൊന്നുമില്ല. നമ്മൾ സ്പെസിഫിക്കേഷൻ ബേസിലാണ് ഫോൺ നോക്കുന്നത്. അപ്പോൾ കുറ്റം പറയണമെന്നില്ല. പക്ഷേ ആ ഒരു GT7 Pro അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗെയിമിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒബ്വിയസ്ലി ബാറ്ററി നോക്കുവാണെങ്കിൽ 6000 mAh സിലിക്കോൺ കാർബൺ ബേസ്ഡ് ബാറ്ററിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ 7 to 8 ഹവേഴ്സിൻ്റെ സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളും നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഇനി ചൈനയിൽ കൊടുത്ത അത്രയും ബാറ്ററി കപ്പാസിറ്റി എന്തുകൊണ്ട് ഇവിടെ തന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇതുവരെ ചോദിക്കാറുണ്ടായിരുന്നു. എന്തിനങ്ങനെ ചെയ്തു എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മറികടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ 6000ൻ്റെ മുകളിലേക്ക് പോവാത്തത്. സോ 120 വാട്ട്സിൻ്റെ ചാർജിങ് ഉണ്ട്. അവിടെയും കുഴപ്പമൊന്നുമില്ല. 0 to 100 31 മിനിറ്റിലങ്ങ് നിങ്ങൾ ചോറുണ്ട് വാ അല്ലെങ്കിൽ കുളിച്ചു വാ വേഗം ചാർജ് കിട്ടും. വയർലെസ് ചാർജിങ് ഇല്ല സാഡ്ലി. അതെനിക്കൊരു ചെറിയ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയും ചെറിയൊരു സങ്കടം. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, വയർലെസ് ചാർജിങ് കൊടുക്കാമായിരുന്നു. പിന്നെ എനിക്കൊരു സന്തോഷമായ കാര്യം, ടാഗിങ് റിയൽമി. അതായത് Type-C Gen 3.2 ആണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ചാർജിങ് പോർട്ട്. അല്ലാണ്ട് Type-C 2.0 അല്ല, Gen 3.2. സോ ഫാസ്റ്റർ ട്രാൻസ്ഫർ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ 8T LTPO പാനലാണ്. AMOLED ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് പാനലാണ്. സന്തോഷം. ഫ്ലാറ്റ്. ഇനി ഞാൻ ഫ്ലാറ്റിൻ്റെ ഫാനാണ്. കാരണം പണ്ട് 3D ഇറങ്ങിയ സമയത്ത് എനിക്ക് 3D ഇഷ്ടമായിരുന്നു. പക്ഷേ ഫ്ലാറ്റാണ് എനിക്കിപ്പം പേഴ്സണലി ഇഷ്ടം. കാരണം ഫ്ലാറ്റാണ് കൊണ്ടുനടക്കാൻ സുഖം, പൊട്ടിയാൽ മാറ്റാൻ സുഖം. അതായത് പൈസ കുറവായിരിക്കും. ഇനി പൊട്ടാനുള്ള സാധ്യതകൾ കുറയാൻ സുഖം, സ്ക്രീൻ ഗാർഡ് കിട്ടണമെങ്കിൽ സുഖം, ഒക്കെ ഫ്ലാറ്റ് തന്നെയാണ്. സോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നല്ലത്. പിന്നെ 93.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, HDR10+ൻ്റെ സപ്പോർട്ട്, 4500 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 1800 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്, 1000 nits ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, 144 Hz മാക്സിമം ഗെയിമിംഗ് റിഫ്രഷ് റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നോർമൽ UI നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളിക്കുമ്പം 120 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. 2592 Hz PWM ഡിമ്മിങ്. സോ ഫ്ലിക്കർ ഇഷ്യൂസ് കാരണം നമുക്ക് എന്താ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറയും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഹൈറസ് സപ്പോർട്ട് ചെയ്യുന്ന വരുന്നുണ്ട്. സോ ഓവറോൾ മൾട്ടിമീഡിയ ഈസ് ഗ്രേറ്റ്. അതിലൊന്നും കുഴപ്പം വരാൻ പോകുന്നില്ല. സോഫ്റ്റ്വെയർ പറയുമ്പോൾ ആൻഡ്രോയിഡ് 15, FunTouchOS 15. FunTouchOS എക്സ്പീരിയൻസ് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ 4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റും 5 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. സ്റ്റിൽ ബെറ്റർ. കാരണം നമുക്ക് റിയൽമി ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരുന്നു. സോ അതിനേക്കാളും ഒരു 1 വർഷം കൂട്ടിയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്, 1 ഇയർ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ AI ഫീച്ചേഴ്സ് നോക്കുമ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച്, പിന്നെ AI ഇറേസർ, പിന്നെ ഫോട്ടോ എൻഹാൻസിങ്, പിന്നെ ലൈവ് കോൾ ട്രാൻസ്ലേറ്റ്, പിന്നെ ലൈവ് കട്ടൗട്ട് ചെയ്തെടുക്കുക ഫോട്ടോൻ്റെ അകത്ത് നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു ഹാലോ ലൈറ്റ്, ആ ബാക്കിൽ ക്യാമറ മൊഡ്യൂളിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അൾട്രാ വൈഡ് വൈബ്രേഷൻ മോട്ടർ വരുന്നുണ്ട്. അതായത് ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ മോട്ടറിൻ്റെ പേര് അവരതാണ് പറഞ്ഞത്. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത് റിവ്യൂവേഴ്സ്. അതായത് നമ്മൾ AI ഫീച്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ പോലും
പിന്നെ വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളും എക്സ്പീരിയൻസ് കൂട്ടുന്ന രീതിയിലുള്ള ഹാപ്റ്റിക്സ് തരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഹാപ്റ്റിക്സ് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ട്വീക്ക് ചെയ്യുന്നതിലാണ് സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് ഉള്ളത്. കാരണം അതാണ് എക്സ്പീരിയൻസ് കൂട്ടുക. പക്ഷെ അവരവിടെയും ചെറിയൊരു പ്രശ്നം പറ്റിച്ചു. കാരണം ബ്ലോട്ട് വേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. പക്ഷേ സ്റ്റിൽ അവിടെ വരുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. പക്ഷേ ആഡ്സും പരിപാടിയൊന്നുമില്ല. ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഒന്നുമില്ല സാധാരണ വിവോയിൽ വരുന്നത്, അല്ലെങ്കിൽ ഫണ്ട ചോയ്സിൽ വരുന്നത്. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ബ്ലോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. വലിയ കുഴപ്പമില്ല. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. നല്ല കാര്യം. ഫേസ് അൺലോക്ക് IP6869 വരുന്നുണ്ട്. പിന്നെ USB Type-C Gen 3.2 ഞാൻ പറഞ്ഞതുപോലെ, ഹാലോ ലൈറ്റ്, Wi-Fi 7, ബ്ലൂടൂത്ത് വേർഷൻ 5.4, 5G ഫോണാണ് തീർച്ചയായിട്ടും. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അത് സൈഡ്സിലല്ല, പക്ഷേ നിങ്ങൾക്ക് ക്യാമറ മൊഡ്യൂളുടെ കൂടിയാണ് വരുന്നത് IR ബ്ലാസ്റ്റർ. നമ്മൾ റിയൽമിയിൽ കണ്ടതുപോലെ തന്നെ. പിന്നെ ഓഫ് കോഴ്സ് NFC-യുടെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 50 മെഗാ പിക്സലിൻ്റെ IMX921 എന്ന് പറയുന്നൊരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ 2x ടെലിഫോട്ടോ ലെൻസ് IMX826 എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അത് 4x ലോസ്ലെസ് സൂം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ JN1 അൾട്രാ വൈഡ് സെൻസർ. റിയൽമിയിൽ നമുക്ക് 8 മെഗാ പിക്സലായിരുന്നു അൾട്രാ വൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. റിയൽമിയിൽ നിങ്ങൾക്ക് 16 മെഗാ പിക്സലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 4K 60 FPS നിങ്ങൾക്ക് എല്ലാ സെൻസറുകളിലും സപ്പോർട്ട് ചെയ്യും. അതായത് സെൽഫിയും ബാക്കിലെ 3 സെൻസറും. റിയൽമിയിൽ നിങ്ങൾക്ക് അൾട്രാ വൈഡിൻ്റെ അകത്ത് 1080p 30 FPS മാത്രമായിരുന്നു. 4K 60 FPS മെയിൻ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ 1080p 60 FPS മാത്രമായിരുന്നു. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെസിഫിക്കേഷൻ വൈസും ഇതൊരു ജമ്പാണ് നടത്തിയിരിക്കുന്നത്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് റിയൽമിനേക്കാളും വിലയും കുറവാണ്. ആൻഡ് നൈറ്റ് ഫോട്ടോസ് ആയാലും സാധാരണഗതിയിൽ എടുക്കുന്ന ഫോട്ടോസ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷയും. കാരണം വിവോൻ്റെ സബ് ബ്രാൻഡാണ്. അവരുടെ വിവോൻ്റെ X100 അല്ലെങ്കിൽ X200 സീരീസ് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇമേജിങ് ടെക്നിക്സ് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട് വിവോൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട്. സോ IQ നേറ്റീവ്ലി ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിങ്ങും, എന്നാൽ വിവോയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ വിവോൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഇമേജിങ് ടെക്നിക്സും കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ് കിട്ടുന്നത് കൊണ്ട് ഇതൊരു ഗംഭീര, അതായത് IQ സ്വാഭാവികമായിട്ട് നല്ല ഫോൺസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് ഒരു നല്ല കാര്യമാണ്. കാരണം നല്ല രീതിയിൽ ഇതും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കാരണം റിയൽമീൻ്റെ ക്യാമറ സെക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു ശോകമാണെന്ന്, പക്ഷെ ഇവിടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ആദ്യം ചാടിക്കേറി ഇറക്കിയതിനേക്കാളും നന്നായത് ഇതാണ്. പക്ഷേ റിയൽമി നമുക്ക് വരും കാലങ്ങളിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കാം കേട്ടോ. കാരണം 8 ലൈറ്റ് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഇനി വരുന്ന OnePlus ആയാലും ചിലപ്പോൾ ഒരു 70 റേഞ്ചിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. OnePlus 13 ലോഞ്ച് ചെയ്യാൻ വരുന്നുണ്ട്. X200 സീരീസ് എന്തായാലും മുകളിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇനി IQ12 എടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് IQ12 ഇനി എടുക്കണ്ട. കാരണം സെയിം പ്രൈസ് റേഞ്ചാണ്, 50,000 ആ ഒരു റേഞ്ച് തന്നെയാണ്. ലേറ്റസ്റ്റ് കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾ 12ലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 10,000 രൂപ ഡിഫറൻസ് ഒക്കെ വരികയാണെന്ന് വിചാരിച്ചു. ഒരു 40 ഉറുപ്പിക്കൊക്കെ നിങ്ങൾക്ക് IQ12 ഒക്കെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ IQ12 എടുത്തോ. കാരണം 10,000 ഒക്കെ ഡിഫറൻസ് ഉള്ളപ്പോൾ നമുക്കതൊരു നല്ല ഡിഫറൻസ് തന്നെയാണ് എന്നെപ്പോലുള്ള ഒരാൾക്കൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ അതെടുത്തോ. വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു, സോറി ഫോർ ദാറ്റ്. കാരണം കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയതാണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായും ബെല്ലൈക്കൺ അമർത്താനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയി ഫോളോ ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.